കൊലപാതക രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ചർച്ച ചെയ്ത് വടകരയിൽ 24 സംഘടിപ്പിച്ച ഇവിടെ രാഷ്ട്രീയം പറയാം. എല്ലാ അക്രമ രാഷ്ട്രീയവും ചർച്ച ചെയ്യുമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ TP വധവും ചർച്ച ചെയ്യാമെന്ന് LDF പ്രതിനിധി പറഞ്ഞു. CA നടപ്പാക്കില്ലെന്ന് പിണറായി വിജയൻ പറയുന്നത് വെറും വാക്കെന്നായിരുന്നു UDF പ്രതിനിധിയുടെ പ്രതികരണം. ആര് പണം തന്നാലും വാങ്ങുമെന്നായിരുന്നു BJP പ്രതിനിധിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മറുപടി. തെരഞ്ഞെടുപ്പ് ചൂടുപോലെ തന്നെ വാശിയേറിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലേത്. കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള ചുവടുമാറ്റത്തിൽ തുടങ്ങി വടകര മണ്ഡലത്തിലെ വികസനം, അക്രമരാഷ്ട്രീയം, ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ നിയമ ഭേദഗതി, പെൻഷൻ തുടങ്ങി ചർച്ചയിൽ നിറഞ്ഞു നിന്നത് നിരവധി വിഷയങ്ങൾ. ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമെന്ന് UDF പ്രതിനിധി പാറക്കൽ അബ്ദുള്ള. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ ഞങ്ങളാണ് ഇതിനെതിരെ അതിശക്തമായ സമരവുമായി വന്നത്. TP ചന്ദ്രശേഖരൻ വധം ചർച്ചയായപ്പോൾ അത് ബഹളവുമായി. TP ചന്ദ്രശേഖരൻ യഥാർത്ഥ സഖാവിനെ 51 വെട്ടി കൊന്നൊടുക്കി. അക്രമരാഷ്ട്രീയം ചർച്ച ചെയ്യുമെങ്കിൽ TP വധവും ചർച്ച ചെയ്യാമെന്നായിരുന്നു LDF പ്രതിനിധി PK ദിവാകരന്റെ മറുപടി. ഈ കോട്ടപ്പറമ്പിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിഖിൽ പൈലി നടന്നത്. ആ ധീരജിനെ കൊലപ്പെടുത്തിയത് ചർച്ച ചെയ്യും. ഈ നാട്ടിൽ നിരവധി CPM പ്രവർത്തകരെ കൊന്നത് ചർച്ച ചെയ്യും. ഇലക്ട്രൽ ബോണ്ടിലേക്ക് ചർച്ചയെത്തിയപ്പോൾ തർക്കം ഒന്നുകൂടി മുറുകി. ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ടിനെ ദാവൂദ് ഇബ്രാഹിം തന്നാലും പണം വാങ്ങുമെന്നായിരുന്നു BJP പ്രതിനിധിയുടെ മറുപടി. BJP വെളിപ്പെടുത്തിയോ? ധൈര്യമുണ്ടോ? മേധേന്ന് പണം വാങ്ങിയില്ലേ? മേഘേന്ന് പണം വാങ്ങിയില്ലേ? ശരത് റെഡ്ഡിയുടെ പണം വാങ്ങിയില്ലേ? സർ കെജ്രിവാളിന്റെ ഏക മാപ്പ് സാക്ഷി 59 കോടിയാ മേടിച്ച BJP. KYC ഉള്ള ഏത് പ്രസ്ഥാനത്തൊന്നും ഏത് വ്യവസായത്തിനും പഴിച്ചാവുന്ന എന്താ തെറ്റ്? ദാവൂദ് ഇബ്രാഹിം വാങ്ങോ? ദാവൂദ് ഇബ്രാഹിം നല്ലപ്പോ വാങ്ങിയത് വരും. കേന്ദ്രവിഹിതം കിട്ടാത്തതും അതിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടിയും ചർച്ചയായി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സംവാദം നാളെ ബീച്ച് ഫ്രീഡം സ്ക്വയറിന് സമീപം നടക്കും. 24 കോഴിക്കോട്.